ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു നാടൻ ഐറ്റം തന്നെയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. കൊച്ചുമത്തി, പച്ചമാങ്ങ, ചക്കക്കുരു, പച്ചമുളകൊക്കെ വെച്ച് ഒരു നാടൻ ഐറ്റം. ഇതൊക്കെ ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ? നമുക്ക് മലയാളികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം കേട്ടോ. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ. ചക്കക്കുരു കൊച്ചുമത്തിയൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഇതേപോലെ ഇച്ചിരി ഏറെ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. മിക്ക വീട്ടിലും ചക്കക്കുരു ഉണക്കമീനും ഒക്കെ ഇട്ട് കറി വെക്കും അല്ലേ? നമ്മളിന്ന് ഉണക്കമീനും വരെ പച്ചമീനായി കിട്ടുന്നുണ്ട്. നമുക്ക് മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മതി. ഇതേപോലെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇച്ചിരി കളറിനൊക്കെ വേണ്ടിയാണ്. നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഇച്ചിരി കൂടെ എടുക്കേണ്ടതുണ്ട്. അടുപ്പൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഇത് ആദ്യമേ തന്നെ അടുപ്പത്തോട് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം കൂടണ്ട, കുറച്ച് ഒഴിച്ചാൽ ചക്കക്കുരുവിൻ്റെ വേവ് പോലെ ഇരിക്കും. അപ്പോൾ ഈ ചക്കക്കുരു 4ആയിട്ടൊക്കെ മുറിച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ തൊലി, ഈ ചക്കക്കുരുവിൻ്റെ പുറത്തെ തൊലി ഞാൻ കളയുന്നില്ല. കാര്യം എന്നാണെന്നറിയോ? ഈയിടെ 1-2 ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടായിരുന്നു, ഈ ചക്കക്കുരുവിൻ്റെ തൊലി നല്ല ഫൈബറാണ്, അതുകൊണ്ട് അത് കളയേണ്ട കാര്യമില്ലെന്ന് പറയുന്നു. അതിനെപ്പറ്റി എത്രത്തോളം അത് സത്യമാണ് എന്നെനിക്കറിയത്തില്ല. എന്തായാലും ശരി, ഞാൻ ചക്കക്കുരുവിൻ്റെ തൊലി കളയുന്നില്ല. ചക്കക്കുരുവിൻ്റെ പുറത്തെ വെള്ളത്തൊലിയുടെ കാര്യമല്ല പറഞ്ഞത്, ഈ ചക്കക്കുരുവിൻ്റെ അകത്ത് ഈ ബ്രൗൺ നിറത്തിലുള്ള തൊലിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ തൊലിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് കളയല്ലേ. അതുപോലെ തന്നെ ഈ കപ്പലണ്ടിയുടെ തൊലിയില്ല, അതും ഇതുപോലെ തന്നെ അത് കളയലെന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം സത്യമാണ് എന്നും എനിക്കറിയത്തില്ല. എന്തായാലും ശരി, ഞാൻ ചക്കക്കുരുവിൻ്റെ തൊലി കളയുന്നില്ല. ഇനി ഇത് ഒന്ന് മൂടി വെക്കാം. ചക്കക്കുരു അവിടെ കിടന്ന് വേകട്ടെ. അപ്പം നമുക്കതിനാവശ്യമുള്ള കുറച്ച് അരപ്പൊക്കെ വേണം. ഇതേപോലെ ഒരു ചെറിയ തേങ്ങയുടെ പീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തേങ്ങാപ്പീരയൊക്കെ നല്ലപോലെ വേണം, എന്നാലേ അതിനൊക്കെ ടേസ്റ്റ് കിട്ടുന്നു. അപ്പോൾ ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി, ഇതേപോലെ ഒരു 10-15 ഉണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ ചേർക്കുന്നത് നല്ല രുചി കിട്ടും. അപ്പോൾ ഇതിൻ്റെ എരിവെന്ന് പറഞ്ഞാൽ പച്ചമുളകാണ് കേട്ടോ. അതുകൊണ്ട് പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരു 7-8 ഉണ്ട്. ഇച്ചിരി കൂടെ എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ആ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഞാനൊന്ന് അരിച്ച് വെച്ചതേ ഉള്ളൂ. ആ ഇഞ്ചിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ മൊത്തം ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് 2 തണ്ട് കറിവേപ്പില, അത് ഞാൻ ഊരിയിടുന്നില്ല, തണ്ടോട് കൂടി ഇങ്ങനെ ഒന്ന് മുറിച്ചങ്ങോട്ടിടുക. അപ്പോൾ ഇത് ഒരുപാടൊന്നും അരഞ്ഞൊന്നും പോകാല്ല, ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അതൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇത് ഒന്ന് കൊടുക്കട്ടെ, ചതച്ചെടുത്തോണ്ട് വരാനായിട്ട്. എന്താ ഞാൻ അരപ്പ് റെഡിയാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല തിളയായിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. ചക്കക്കുരു ചിലതൊക്കെ നല്ല വേവായിരിക്കും, ചിലത് പെട്ടെന്ന് തന്നെ ഇത് കണ്ട് ഇത് ഒരല്പം കൂടെ വേവുണ്ട്. ഉപ്പ് പൊടിയിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെക്കാം. നമ്മൾ കുടംപുളിക്ക് പോരാ പച്ചമാങ്ങയാണ് ചേർക്കുന്നത്. ഈ മാങ്ങയുടെ തൊലി എത്തേണ്ട കാര്യമില്ല, നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്താണ്. ഈ തൊലി ചെത്താതെ തന്നെ അപ്പോൾ ഈ മാങ്ങ ഇതുപോലെ ഒന്ന് ചെത്തി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഞാൻ മുഴുവൻ എടുക്കുന്നില്ല, ഒരു കഷ്ണം മാറ്റാം. ചക്കക്കുരു ഒന്ന് നോക്കട്ടെ. കണ്ട ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്, ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ച മാങ്ങയും കൂടെ നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ആ കൊച്ചുമത്തി, ഇത് മുറിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ ഇടുന്ന തന്നെ അത് ടേസ്റ്റ്. ആ മത്തിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ മീനും ഇട്ടതിന് ശേഷം അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. ചെറിയ തീ വേണം
നമുക്കത് റെഡിയാക്കി തീ കൂട്ടി കൊടുക്കുകയും ചെയ്യും. നമുക്ക് ഒരല്പം വെള്ളം കൂടെ ഈ ജാറിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് ഈ അരപ്പൊടിങ്ങിടും. ഇനി ഈ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. നേരത്തെ നമ്മൾ ഇട്ട ഉപ്പ് പൊടി ചിലപ്പോൾ കുറവായിരിക്കും, ഒരു ലേശം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, കാര്യം ഇത്ര അരപ്പൊക്കെ ഉണ്ടായി. അതേപോലെ ഇനി നമുക്ക് ഉപ്പ് പൊടി ലേശം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ചക്കക്കുരു മാങ്ങായും ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു നാടൻ ഐറ്റമാണ്. ഇതൊക്കെ നല്ല ടേസ്റ്റിയാണ്, കാരണം ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ രീതിയിലുള്ള ഐറ്റങ്ങളൊക്കെ. അപ്പം മീൻ വേകാനുള്ള വെള്ളവും കൂടെ ആവശ്യത്തിന് വേണം കേട്ടോ. ഇതേപോലെ ഒരുപാട് വേണ്ട, ഈ ഒരു രീതിക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഇവിടെ അങ്ങോട്ട് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ ചെയ്യാൻ. ഇനി ഇതേപോലെ ഒരു കഷ്ണം വാഴയില ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടച്ചു പോകും. ഇതെന്തിനാണെന്നറിയോ, ഈ വാഴയിലയുടെ ആ ഒരു മണമുണ്ട്, അതൊരു ഒന്നൊന്നര മണമാണ്. കാരണം ഈ പൊതിച്ചോറിനകത്തായാലും വാഴയിൽ വെച്ച് പൊതിച്ചോറുണ്ടാക്കുമ്പോൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഇതേപോലെ ഒരു ടേസ്റ്റ് ഈ മീൻ കറിക്ക് കിട്ടും. ആ വാഴയില ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് തുറന്നു പോകാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ തീ തന്നെ വെച്ചിരുത്, തുറന്നു പോകാം. എവിടം വരെ നോക്കണ്ടേ. ഈ ചട്ടിക്കകത്തുനിന്ന് വരുന്ന ഈ മണമുണ്ട്, ഒരു രക്ഷയില്ലത്, അടിപൊളി മണമാണ്. നമുക്ക് ഈ വാഴയില ഒന്ന് മാറ്റാം. ഇനി എന്താ കറക്കി അങ്ങോട്ട് ഇതാണ് കാര്യം. ഇത് ചട്ടകം കൊണ്ട് ഇട്ടാൽ ആ ഉള്ള മീൻ അങ്ങ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചട്ടകം തൊണ്ട ഇങ്ങനെ കറക്കി എടുത്താച്ചാൽ മതി. ഇതേപോലെ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അല്പസമയം കൂടെ അടുപ്പത്തിരിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ്. ഇതേപോലെ ഞാൻ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. തീ കുറച്ച് വെച്ച് മാത്രമേ ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. ചക്കക്കുരു മാങ്ങായി കൊച്ചുമത്തിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് പീര വറ്റിച്ചെടുത്തു. നമുക്ക് തുറന്ന് നോക്കാം എവിടം വരെ ആയെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഈ വാഴയിലൊന്ന് മാറ്റി നോക്കാം. ഇതിൻ്റെ ഉപ്പും എരിവും പുളിയും ഒക്കെ നോക്കണം കേട്ടോ. അതിന് ശേഷം അടുപ്പൊക്കെ നിർത്താം. ഇനി നമുക്ക് തഴോട്ട് വെക്കാം. ചോറുണ്ണുമ്പോൾ ചോറിന് പറ്റിയ ഒരു ഐറ്റം തന്നെയാണിത്. കണ്ടോ, ഇതേപോലെ മാങ്ങ ഒക്കെ ഇട്ട മീൻ പീരക്കറി അടിപൊളിയല്ലേ. കഴിക്കട്ടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയായി. ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ വളരെ ഇഷ്ടം എനിക്ക്. പ്രത്യേകിച്ച് ഈ മീൻ പിന്നെ മുള്ളൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ചെറിയ മീനുണ്ട്. ചക്കക്കുരു ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി ഈ മീൻ്റെ അകത്ത് മാങ്ങയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പം അറിയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്, ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. നല്ല രുചികരവും ചോറുണ്ടാൽ തന്നെ നമുക്കൊരു തൃപ്തിയാകുക. ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ വെച്ച് കറി വെക്കുമ്പോൾ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.